കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ പ്രചാരണം കൊഴുക്കുകയാണ്. മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും യൂസഫ് പത്താനും അടക്കമുള്ള താരപ്രചാരകരെല്ലാം വന്നുപോയതിന്റെ ആവേശത്തിലാണ് മുന്നണികൾ. പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. ആവേശത്തിന് കൊഴുപ്പുകൂട്ടാൻ റോഡ് ഷോകളും ബൈക്ക് റാലികളുമായി നിലമ്പൂർ സജീവമായി. അവസാന ദിവസം യുവാക്കളുടെ ബൈക്ക് റാലിയാണ് ഇടത് ക്യാമ്പിലെ പ്രത്യേകത. വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെ നടക്കുന്ന റാലിയിൽ ഇടത് ക്യാമ്പിലെ യുവ നേതാക്കൾ ഒന്നാകെ അണിനിരന്നു. തോരാതെ മഴ പെയ്യുമ്പോഴും ഉള്ളിലെരിയുന്ന ആവേശത്തിന്റെ അഗ്നി കെട്ടുപോകാത്ത ഒരു ജനതയാണ് നിലമ്പൂരിലെമ്പാടും കാണാനാവുന്നത്. ആ ജനത ചരിത്രം സൃഷ്ടിക്കും. പരമാവധി നേതാക്കളെ കളത്തിലിറക്കി വോട്ടുറപ്പിക്കുകയാണ് UDF. ഇന്ന് നിലമ്പൂർ നഗരസഭയിലും മൂത്തേടം പഞ്ചായത്തിലുമായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രചരണം. ആളുകൾ ഈ മഴയത്ത് കാത്തു നിൽക്കും. എന്തായാലും ഒരു വലിയ മഴക്കൊന്നും നിലമ്പൂരിലെ UDFന്റെ ആവേശം തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചായിരുന്നു PV അൻവറിന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പര്യടനം. ഇന്നലെ യൂസഫ് പത്താനെ മുൻനിർത്തിയുള്ള റോഡ് ഷോയിലൂടെ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്നാണ് തൃണമൂൽ ക്യാമ്പിന്റെ വിലയിരുത്തൽ. അവര് കത്തി തീർന്നപ്പോ അപ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത്. അതുവരെ നമ്മൾ പതുങ്ങി നിന്നു. അവരുടെ പ്രചരണം പണച്ചെലവും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല കയറി വന്നു. നിലമ്പൂർ നഗരസഭാ പരിധിയിലാണ് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് രാവിലെ മുതൽ ഉച്ചവരെ പ്രചാരണം നടത്തിയത്. ഉച്ചയ്ക്ക് ശേഷം എടക്കര മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി മുനമ്പം സമരസമിതി അംഗങ്ങളും നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, നിലമ്പൂർ.